Okay, we already discussed the PDF, CDF of a continuous random variable. Next, expectation of a continuous random variable. X be a continuous random variable and g of x be a function of x. Then expectation of g of x is denoted by e of g of x. This already and is defined as integral x from minus infinity to infinity g of x into f of x dx, where f of x is pdf of x. Then discrete in the case whatever difference instead of integration use summation use discrete in the case just concept summation integration. അവിടുത്തെ എക്സ്പെക്ടേഷന്റെ പ്രോപ്പർട്ടീസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അത് കണ്ടിന്യൂസ് ആണെങ്കിലും ഡിസ്ക്രീറ്റ് ആണെങ്കിലും പ്രോപ്പർട്ടീസ് സെയിം തന്നെ. എക്സ്പെക്ടേഷന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇ ഓഫ് എ ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ബി ഇസ് സെയിം ആസ് എ ഇൻറ്റു ഇ ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ബി. ഇനി ബിക്ക് പകരം സം എച്ച് ഓഫ് എക്സ് ആണ് എന്ത് വരും, പ്ലസ് ഇ ഓഫ് എച്ച് ഓഫ് എക്സ് വരും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതായത് ഇ ഓഫ് 5x² പ്ലസ് 3 കാണാൻ 3x കാണാൻ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. 5 ഇൻറ്റു ഇ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു ഇ ഓഫ് എക്സ്. സമ്മേഷൻ്റെ അതേ പ്രോപ്പർട്ടീസ് ഒക്കെ ഇൻ്റഗ്രേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും സെയിം ആണ്. ഇനി നെക്സ്റ്റ് എക്സ്പെക്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ ആൻഡ് വേരിയൻസ്. മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ സെയിം തന്നെ. മീൻ ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ മ്യൂ ആൻഡ് ഈസ് സെയിം ആസ് ഇ ഓഫ് എക്സ്. മീൻ മ്യൂ എന്ന് പറയുന്ന ഇ ഓഫ് എക്സ് ആണ്. അതിന്റെ ഡെഫിനിഷൻ ഡിസ്ക്രീറ്റിലെ സമ്മേഷൻ. ഇവിടെ എന്ത് വരും, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. എക്സിന്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെ. സിമിലർലി വേരിയൻസിൻ്റെത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ ഒരു എക്സ്പാൻഷൻ നമ്മൾ ഡെഫിനിഷനായി പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു കേസ് പറഞ്ഞു തന്നു. പ്രോബ്ലം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ പ്രോബ്ലം ചെയ്യാൻ കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് സിഗ്മ സ്ക്വയർ എക്സിന് എങ്ങനെ എഴുതുന്നുണ്ട്, സിഗ്മ സ്ക്വയർ എക്സ് ഈസ് സെയിം ആസ് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ എന്ന് എഴുതുന്നത്. ദാറ്റ് ഈസ് ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് മൈനസ് മ്യൂ സ്ക്വയർ. ഈ കിട്ടുന്ന ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ആൻസറിന് മൈനസ് മ്യൂ സ്ക്വയർ ചെയ്യണം. ദാറ്റ് ഈസ് സിഗ്മ സ്ക്വയർ. ഇത് ഡെഫിനേഷനാണ്. നമ്മൾ ഇതാണ് കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. മ്യൂ സെയിം തന്നെ. ഇതേപോലെ പ്രോപ്പർട്ടീസ് മ്യൂ ഓഫ് എ എക്സ് പ്ലസ് ബി ഈസ് സെയിം ആസ് എ ഇൻറ്റു മ്യൂ ഓഫ് എക്സ് പ്ലസ് ബി ആണ്. സിഗ്മ സ്ക്വയർ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു സിഗ്മ സ്ക്വയർ ഓഫ് ബി, സോറി ഇവിടെ സ്ക്വയർ വേണം, സിഗ്മ സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് 0 ആണ്. കാരണം വേരിയൻസ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് 0. വേരിയൻസ് മീൻസ് ഹൗ മച്ച് ഇറ്റ് ഈസ് വേരിയേറ്റഡ് ഫ്രം ദ സെൻട്രൽ വാല്യൂ എന്നാണ്. അപ്പോൾ എല്ലാ വാല്യൂസും സെയിം ആയ സെൻട്രൽ വാല്യൂ എന്നുള്ള വേരിയേഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ട് വേരിയൻസ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് 0. അതും ഓക്കെയാണ് വിചാരിക്കുന്നത്. ഞാൻ കുറച്ച് ഫാസ്റ്റായി പറയുന്നതിൻ്റെ കാര്യം ഇത് ഓൾറെഡി പറഞ്ഞതാണ്. ഒരേ ഒരു ചേഞ്ച് സമ്മേഷന് പകരം ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുന്നു. 3 കാര്യങ്ങൾ ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. എഫ് ഓഫ് എക്സ് യൂസ് ചെയ്ത് മീൻ വേരിയൻസ് കാണാൻ വേണ്ടി. മോഡൊന്നും നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, നമുക്ക് ഒരു സിമ്പിൾ പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. കുറച്ച് നല്ല പോലെ ശ്രദ്ധിക്കണം. എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് 0 മുതൽ 1 വരെയാണ്. 0 മുതൽ 1 വരെ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് 3/2 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ. അത് ഇവിടെ ഒ ഡബ്ല്യൂന്ന് എഴുതിയത് അതർവൈസ് എന്നാണ് കേട്ടോ. അതർവൈസ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഒ ഡബ്ല്യൂ തന്നെ തരും. അതർവൈസ് എന്നാണ് അതിൻ്റെ മീനിങ്. അതർവൈസ് ഇറ്റ് ഈസ് 0. അതർവൈസ് ഇറ്റ് ഈസ് 0 മീൻസ് ഇതാ ലെസ് ദാൻ 0 ഗ്രേറ്റർ ദാൻ 1. ദാറ്റ് ഈസ് 0 അല്ലേ. അതർവൈസ് 0 മുതൽ 1 വരെ ഇറ്റ് ഈസ് 3/2 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ. അതർവൈസ് ഇറ്റ് ഈസ് 0 മീൻസ് ബാക്കിയുള്ള എല്ലാ കേസിലും 0 ആണ്. ഫൈൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്.
ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഗെയിൻ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. അത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സി ഡി എഫിന് സിംപ്ലി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയും. അത് ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നാണ് എഴുതുന്നത് അല്ലേ. എഫ് ഓഫ് എക്സ് ഇങ്ങനെ ഒരു 3 കേസ് വരുമ്പോൾ എക്സ് ഒന്നെങ്കിൽ ഇവിടെ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, അതായത് ലെസ് ദാൻ 0 വരാം, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ 0 and 1 വരാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 വരാം. അതായത് നമ്മൾ ഇന്റർവെല്ലിനെ നമ്മൾക്ക് കിട്ടിയ ഇന്റർവെല്ലിനെ അനുസരിച്ച് നമ്മളതിനെ 3 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് if x is less than 0, if x less than 0, then what is the value of f of x? f of x എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് ഇതല്ലേ, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഈ എക്സ് 0-ന് മുമ്പിലാണ്. 0-ന് മുമ്പിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് പോലില്ല. therefore its value is 0. അപ്പോൾ ഈ ഒരു ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് ദാറ്റ് ഈസ് 0. ഇനി വരുന്നത് if x ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ഡിഫൈൻ ചെയ്തതിന് ശേഷം അതായത് മൈനസ് ഇൻഫിനിറ്റി ടു 1 വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ തന്നെ എന്ത് കിട്ടും? ആൻസർ 1 കിട്ടും. അതിനുശേഷം ഇന്റഗ്രേറ്റ് ചെയ്താൽ ഒന്നും സംഭവിക്കുന്നില്ല. ആൻസർ എന്ത് തന്നെയാണ് വരുന്നത്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 തന്നെ വരും. കാരണം ജസ്റ്റ് ഞാൻ പറയാം, ഇവിടെയാണ് സപ്പോസ് പോയിന്റ്, ഇവിടെയാണ്. നമ്മൾ ഇത്ര മാത്രമേ എഴുതണ്ടൂ, പക്ഷെ എങ്ങനെയാ വരുന്നത് ഞാൻ ഇവിടെ ചെയ്തുതരാം. സപ്പോസ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് അസ്യൂം ചെയ്യും. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് വൈ ഡി വൈ, അങ്ങനെയാണ് നിങ്ങൾ എഴുതിയ. ഓർ എഫ് ഓഫ് വൈ ഡി വൈ. ഇവിടെയാണ് പോയിന്റ് കേട്ടോ. ഇവിടെയാണ് ഈ എക്സ് എന്നുള്ള ഈ അപ്പർ ലിമിറ്റ് എക്സ്, ഈ എക്സ് എന്ന് പറയുന്നത് പോയിന്റ് ഇതാണ്, ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഈ എക്സ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. മൈനസ് ഇൻഫിനിറ്റി ലെഫ്റ്റ് എക്സ്ട്രീം പോയിന്റ് മുതൽ ഈ എക്സ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. പക്ഷേ എല്ലാ കേസിലും എഫ് ഓഫ് വൈയുടെ വാല്യൂ സെയിം അല്ലല്ലോ. മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് സ്മോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഓർ ഈ സ്മോൾ എഫ് ഓഫ് എക്സ് ഓർ പി ഡി എഫ് ഓർ എഫ് ഓഫ് വൈ ഒക്കെ സെയിം ആണ്. അപ്പോൾ ഇതിനെന്ത് ചെയ്യും? മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. പക്ഷേ എഫ് ഓഫ് വൈയുടെ ഓർ പി ഡി എഫിന്റെ വാല്യൂ ഡിഫറെന്റ് ആണ് ആ ഒരു ഇന്റർവെല്ലിൽ. നമ്മൾ ആ ഡിഫറെന്റ് വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് ഈ ഇന്റർവെല്ലിനെ സ്പ്ലിറ്റ് ചെയ്യും. മൈനസ് ഇൻഫിനിറ്റി ടു എക്സിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന വെച്ചാൽ മൈനസ് ഇൻഫിനിറ്റി ടു 0. എന്തുകൊണ്ടാണ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? മൈനസ് ഇൻഫിനിറ്റി ടു 0 പ്ലസ് 0 ടു 1 പ്ലസ് 1 ടു എക്സ്. ഇങ്ങനെ 3 രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഒന്ന് മൈനസ് ഇൻഫിനിറ്റി ടു 0, നെക്സ്റ്റ് 0 ടു 1 പ്ലസ് 1 ടു എക്സ്. കാരണം ഞാൻ ഈ സ്പ്ലിറ്റ് ചെയ്ത 3 സ്ഥലത്ത് 3 വാല്യൂ ആണ് ഫംഗ്ഷന് വരുന്നത്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് വൈ ഡി വൈ പ്ലസ് ഇന്റഗ്രൽ 0 ടു 1 എഫ് ഓഫ് വൈ ഡി വൈ പ്ലസ് 1 ടു എക്സ് എഫ് ഓഫ് വൈ ഡി വൈ എന്ന് നോക്കൂ. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് വൈയുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു 0 ഡി എക്സ് ദാറ്റ് ഈസ് 0. ഇന്റഗ്രൽ 0 ടു 1 എഫ് ഓഫ് വൈ ഡി വൈ പ്ലസ് ഇന്റഗ്രൽ 1 ടു എക്സ് 0 ഡി വൈ. ഇത് രണ്ടും 0 ആയി അല്ലേ? അത് 0 ആയി. പ്ലസ് ഇന്റഗ്രൽ 0 ടു 1 എഫ് ഓഫ് വൈ ഡി വൈ എന്ന് പറയുന്നത് എന്താ? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് കംപ്ലീറ്റ് കേസിൽ ഇന്റഗ്രേഷൻ വന്നില്ല. അപ്പോൾ അതിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ക്ലിയർ ആവും. നിങ്ങൾ ഡിഫൈൻ ചെയ്തതിന് ശേഷം വരുന്ന ലിമിറ്റിൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് 1 ആയിരിക്കും. ഇനി വരുന്നത് തേർഡ് കേസ്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് 2 സ്ഥലത്ത് എക്സ് വരുമ്പോൾ ഞാൻ സി ഡി എഫിന്റെ വാല്യൂ പറഞ്ഞു. ഒരു എക്സ് ഇവിടെ, ഒരു എക്സ് ഇവിടെ. ഇനി ഒരു കേസ് എക്സ് ഇവിടെ വരാം, അതായത് ഇൻ ബിറ്റ്വീൻ 0 and 1 വരാം. ഇൻ ബിറ്റ്വീൻ 0 and 1 നോക്കാം. ഇൻ ബിറ്റ്വീൻ 0 1 വന്ന എന്തായിരിക്കും? ഇതാണ് 0 to 1 ഫംഗ്ഷന്റെ വാല്യൂ. 0
ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണ്. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ നോക്കൂ, എഫ് ഓഫ് എക്സിന് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ -∞ ടു എക്സ് എഫ് ഓഫ് വൈ ഡി വൈ ആണ്. ആൻഡ് ദിസ് എക്സ് ലൈസ് ബിറ്റ്വീൻ, ഇതാണ് കേട്ടോ, ഈ എക്സ് ആണ്, അപ്പർ ലിമിറ്റ് എക്സ് ആണ് ഇതിന്റെ 0നും 1നും ഇടയിൽ വരുന്നത്. ഇനി എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞതേപോലെ ഇവിടെയാണ് എക്സ് വരുന്നത്. -∞ മുതൽ എക്സ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? -∞ ടു 0 പ്ലസ് 0 ടു എക്സ് ആണ്. ഓർമ്മയില്ലാതെ 0 ടു 1 ചെയ്തത്. 0 ടു 1 ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ 1 ആണ് കിട്ടുക. അപ്പോൾ -∞ ടു 0 എഫ് ഓഫ് വൈ ഡി വൈ പ്ലസ് 0 to x. This x lies between 0 and 1. Therefore, the value of f of y in that interval is 3/2 1 minus x square. -∞ to 0. -∞ to 0 എന്ന് പറഞ്ഞാൽ ഇതാണ്. -∞ to 0 വരെ f of x ന്റെ വാല്യൂ എന്താണ്? 0 ആണ്. പ്ലസ് 0 to x. 0 to x എന്ന് പറഞ്ഞാൽ ഈ ഒരു x. ഇവിടെ എന്താണ് f of x ന്റെ വാല്യൂ? 3/2 1 minus x square dx. ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ലോവർ ലിമിറ്റ് 0 കൊടുക്കുക, അപ്പർ ലിമിറ്റ് ഇത് കൊടുക്കുക, എക്സ് കൊടുക്കുക. 3/2 into 1 minus x square ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് 3/2 into 1 minus x square. 1ന്റെ ഇന്റഗ്രൽ x minus x squareന്റെ x³ 3. ലിമിറ്റ് ഫ്രം 0 to x 3/2 ഔട്ട്സൈഡ് വെക്കുക. ഇനി ഫസ്റ്റ് ടേം ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് എല്ലാ ടേമിലും എക്സ് കണ്ടെയ്നിങ് എല്ലാ x³ എല്ലാത്തിലും എക്സ് ഉണ്ട്. ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പൊ എന്താ ലോവർ ലിമിറ്റ്, ഞാൻ പണ്ടെപ്പോഴോ നിങ്ങളതൊന്ന് പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ എന്താണ് ലോവർ ലിമിറ്റ് കംപ്ലീറ്റ് 0 ആണ്. അപ്പൊ ജസ്റ്റ് അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പൊ എന്താ അപ്പർ ലിമിറ്റ് എന്താണ്? എക്സ് തന്നെയാണ്. കാരണം ഇതൊരു ഫംഗ്ഷൻ അല്ലേ, CDF ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. ഇൻ ടേംസ് ഓഫ് എക്സ് തന്നെയാണ് വരേണ്ടത്. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 3/2 into x minus x³ 3. ഇത്രയും കിട്ടി. ഇനി നിങ്ങൾ ഇതിനൊരു ഫംഗ്ഷൻ ഫോർമാറ്റിൽ എഴുതണം. എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഓർ CDF ഫംഗ്ഷൻ അല്ലേ, ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് വരുന്ന ഒരു കേസ് എക്സ് ലെസ് ദാൻ 0. എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ എന്തായിരിക്കും? എക്സ് ലെസ് ദാൻ 0 ഒരു കേസ്. പിന്നെ ഒരു കേസ് 0 less than or equal to x less than 1 or x greater than or equal to 1. ലെസ് ദാൻ 0 ആകുമ്പോൾ 0 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ 1 ആണ്. ഇവിടെ എന്താണ്? 3/2 into x minus x³ 3 ആണ്. സിമ്പിൾ ആണ്. ഇങ്ങനെ ഒന്ന് എഴുതി വെക്കുക. Therefore, CDF is. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാമിൽ ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് എന്താ? ഇ ഓഫ് എക്സിന്റെ മീനും ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇ ഓഫ് എക്സ് ആണ്. ഫൈൻഡ് ഇ ഓഫ് എക്സ് വേരിയൻസ് ഓഫ് എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3/2 into 1 minus x square. ഇ ഓഫ് എക്സ് എന്താ? ഇന്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇവിടെ എന്താ? ഇന്റഗ്രൽ എക്സ് ഫ്രം -∞ to ഇൻഫിനിറ്റി ആണ്. പക്ഷെ ഇവിടെ ജസ്റ്റ് 0 മുതൽ 1 വരെ ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇന്റഗ്രൽ 0 to 1 x into 3/2 into 1 minus x square ആണ് dx. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ 3/2 കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ 0 to 1 x into 1 minus x square x minus x³ dx എഴുതാം. ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? 3/2. ഇനി ഇന്റഗ്രൽ x is x²/2 minus x³ ഇന്റഗ്രൽ x⁴/4 0 to 1. Since integral x⁴n dx is x⁴n+1/n+1 എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലിമിറ്റ് 0 to 1 ആണ്. ഇവിടെയും നേരത്തെ പറഞ്ഞ അതേ കാര്യം, ലോവർ ലിമിറ്റ് 0 ആണ്. എല്ലാ ടേമിലും എക്സ് ഉണ്ട്. എക്സിന് 0 കൊടുത്തപ്പോൾ എന്താ? ലോവർ ലിമിറ്റ് കംപ്ലീറ്റ് 0 ആവും. Therefore it is 3/2 into 1/2 minus 1/4. അപ്പം എന്തൊരു ഹാഫ് 1/4. 3/2 into 1/4 which is 3/8. ഇതേപോലെ എന്ത് കാണാം? ഇ ഓഫ് എക്സ് എന്ത് കിട്ടി? 3/8. ഇ ഓഫ് എക്സ് സ്ക്വയർ കാണാൻ എന്താ? വേരിയൻസ് കാണണമെങ്കിൽ എന്താ? വേരിയൻസിന്റെ ഇക്വേഷൻ നിങ്ങൾ ഇ ഓഫ് എക്സ് ഇതുപോലെ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക? വേരിയൻസ് ഓഫ് എക്സ് കൂടി കാണും.